ശ്രീ ഇൻസൈറ്റ് ഓഫ് ടാരോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്നൊരു റിലേഷൻഷിപ്പ് റീഡിംഗാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും റെസനേറ്റ് ആവില്ല. റെസനേറ്റ് ആവുന്നവർ എടുക്കുക, അല്ലാത്തവർ വിട്ടേക്കുക. ടൈംലെസ് ആണ്, അതുകൊണ്ട് നിങ്ങളുടെ കൈകളിൽ എപ്പോൾ കിട്ടുന്നുവോ അപ്പോൾ മുതൽ വാലിഡ് ആകുന്നതാണ്. ജെൻഡർലെസ് ആണ്, മെയിൽ ഓർ ഫീമെയിൽ എല്ലാവർക്കും കാണാം. ഓക്കെ, നമ്മുടെ ചാനൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, അതുപോലെ തന്നെ ഹൈപ്പ്, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ, പുതിയ ആളുകളുണ്ടെങ്കിൽ അവർ. ഓക്കെ, അപ്പം അവരും അത് ചെയ്തിടണം. അപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ട്. താങ്ക് യു. അപ്പം നമുക്ക് ചോദ്യം ഇതാണ്. അതായത് ഒരിക്കൽ നിങ്ങളിൽ നിന്ന് വിട്ടുപോയ, പ്രത്യേക കാരണങ്ങളൊന്നുമില്ല, പെട്ടെന്ന് അങ്ങ് വിട്ടുപോയ ഒരു വ്യക്തി, ആ വ്യക്തി എന്തുകൊണ്ടാണ് അങ്ങനെ പോയത് ഒന്ന്, രണ്ടാമത് അവിടെ എന്ത് സംഭവിച്ചു, ഇപ്പോഴത്തെ പിന്നെ കറൻറ്റ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇപ്പോൾ എന്താണ് നടക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. 3 ചോദ്യങ്ങളാണ് നമ്മളിന്ന് വെച്ചിട്ടുള്ളത്. നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. ആദ്യത്തെ കാർഡ് കിട്ടിയിരിക്കുന്നത് 7 ഓഫ് കപ്സ് എന്ന കാർഡാണ്. എന്താണ് 7 ഓഫ് കപ്സ്? ഓപ്ഷൻ്റെ കാർഡാണ്. എന്ത് ഓപ്ഷൻ എന്ന് ചോദിച്ചാൽ നമുക്കൊരു പക്ഷേ അത് ഫിനാൻസിൻ്റെ കാര്യത്തിലായിരിക്കാം, കരിയറിൻ്റെ കാര്യത്തിലായിരിക്കാം, റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലുമായിരിക്കാം. അതൊരു തേർഡ് പാർട്ടി എന്ന് തന്നെയാണ് നമ്മളതിനെ സൂചിപ്പിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ പോയി അല്ലേ, അങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതൊരു വലിയ സ്വർഗമാണ്. ഓപ്ഷനാണ്, അപ്പോൾ അവിടെ ഒരു വലിയ സ്വർഗമാണ് എന്ന് കരുതി. അതായത് നിങ്ങളിൽ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് കിട്ടാൻ പോകുന്നത് വളരെ വലിയ എന്തൊക്കെയോ കാര്യങ്ങൾ കിട്ടാൻ പോകുന്നു, എനിക്ക് വളരെ സ്വർഗം കിട്ടാൻ പോകുന്നു. ഞാൻ ആഗ്രഹിച്ച എൻ്റെ എല്ലാ കാര്യങ്ങളും, എൻ്റെ ഇമോഷൻസ് ആയാലും ശരി, ഫീലിങ്സ് ആയാലും ശരി, ഇനിയിപ്പോൾ പിന്നെ ഫിനാൻസ് ആയാലും കരിയർ ആയാലും എല്ലാത്തിലും എനിക്ക് വളരെ ഔന്നത്യം ഉണ്ടാകാൻ പോകുന്നു എന്ന് കരുതി ഓടിപ്പോയി എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, പിന്നീട് കാണുന്നത് 8 ഓഫ് സോർട്സ് എന്ന എനർജിയാണ്. എന്താണ് 8 ഓഫ് സോർട്സ് എന്ന് പറയുമ്പോൾ? 8 ഓഫ് സോർട്സ് എന്ന് പറയുമ്പോൾ അവിടെ ചെന്നപ്പോഴത്തേന് വിചാരിച്ച കാര്യങ്ങളൊന്നും അല്ല നടന്നത്. നമ്മളെ കെട്ടി വരിഞ്ഞ് മുറുക്കിയൊക്കെ വയ്ക്കുക എന്ന് പറഞ്ഞാൽ കൺട്രോളിൽ നിർത്തുക. അവരുടെ കൺട്രോളിൽ നിർത്തിയിരിക്കുന്നു. അവർ പറയുന്നതനുസരിച്ച് ജീവിക്കാൻ വിധിക്കപ്പെട്ടവനായി അല്ലെ വിധിക്കപ്പെട്ടവളായി മാറിയിരിക്കുന്നു. അവിടെ ഒരു രക്ഷയില്ല അവിടെ. കാരണം ഇട്ടുണ്ടെങ്കിൽ സ്ട്രോങ് ആണ്. ഓപ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ വളരെ വലിയ സ്ട്രോങ് എനർജിയാണ് എന്ന് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ വരച്ച വരയിൽ നിർത്തുന്നു. ഇന്ന പോലെ കാര്യങ്ങൾ പോകണം, ഇന്ന പോലെ ആയിരിക്കണം. ഇതൊരു പക്ഷേ എക്സ്ട്രാ മാരിറ്റൽ ആകാം, സിംഗിൾ ആകാം, പിന്നെ മാരീഡും ആകാം കേട്ടോ. അപ്പോൾ ഈ 3 വിഭാഗത്തിലും ഇവിടെ ഉണ്ട്. എക്സ്ട്രാ മാരിറ്റൽ വളരെ എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ താൽക്കാലിക ഒഴിവിലേക്കായിരിക്കാം നിങ്ങളെ സജസ്റ്റ് ചെയ്തത്. ഞാനിങ്ങനെ പറയുന്നതുകൊണ്ട് വിഷമം തോന്നരുത്. കാരണം ചില ആളുകൾ അങ്ങനെയുണ്ട്. കാരണം തൽക്കാലം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പാർട്ട്ണർ പിരിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കുറച്ച് കാലത്തെ ഒരു സെപ്പറേഷനിൽ നിൽക്കുന്ന സമയത്തൊക്കെ ചില ആളുകൾക്ക് ഇത്തരം ചില സൂക്കേടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നീട് നിങ്ങളെ കണ്ടുകൂട്ടി നിങ്ങളോട് വളരെയധികം വളരെ കാലം നിങ്ങളുടെ പുറകെ കെഞ്ചി പറഞ്ഞിട്ടായിരിക്കാം ഒരു പക്ഷേ നിങ്ങളതിന് സമ്മതം മൂളിയത് എന്നാണ് കാണുന്നത്. കാരണം നമ്മൾ പെട്ടെന്ന് ഒരാൾ വന്നിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് പേടിയാണ്. കാരണം എന്താ പേടി? കാരണം ഇതൊക്കെ സക്സസ് ആവുമോ, ഇതൊക്കെ വെറുതെ കാണിക്കുന്നതാണോ, ഇതൊക്കെ സിൻസിയർ ആയിട്ടുള്ള കാര്യങ്ങളാണോ എന്നൊക്കെയുള്ള ആശയക്കുഴപ്പങ്ങൾ കാരണം, അല്ലെങ്കിൽ അത് ഇപ്പോൾ ഞാൻ ഈ ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള പിന്നെ നമ്മളുടെ ചിന്തകൾ കാരണം ഒക്കെ നമ്മൾ മാറി നിൽക്കും. പക്ഷേ അവിടെ അതല്ല, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയും ചില പിന്നെ മാനുഷികമായിട്ടുള്ള ഇമോഷൻസ്, ഫീലിങ്സ് കൊണ്ടുവന്നിട്ട് നിങ്ങളെ അങ്ങോട്ട് കുരുക്കി കയ്യിലൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴായിരിക്കാം അപ്രതീക്ഷിതമായിട്ട് എക്സ് വന്നിരിക്കുന്നത്. അത് വൈഫാകാം, ഹസ്ബൻഡാകാം, അല്ലെങ്കിൽ മറ്റേ പലരുമാകാം. ഓക്കെ, അത് സിംഗിൾ ആണെങ്കിലും അങ്ങനെ കാണുന്നു. ഇനി മാരീഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിലും നിങ്ങളുടെ പിന്നെ എന്താണോ നിങ്ങളുടെ സിറ്റുവേഷൻ അതിനനുസരിച്ച് എടുക്കുക. ഓക്കെ, അങ്ങനെ ഒരു എനർജി ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. പക്ഷേ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നീട് ഭയങ്കര നിരാശയായി. എന്താണ് 5 ഓഫ് കപ്സ്? വിചാരിച്ചൊന്നുമല്ലല്ലോ നടക്കുന്നത്. വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി നടക്കുമ്പോൾ മാത്രമാണ് ഞാൻ വലിയ വിജയിച്ചു എന്നൊക്കെ നമുക്ക് തോന്നുള്ളൂ. ഇതിപ്പോൾ അങ്ങനെയല്ല വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ വന്ന ഒരു കാര്യമായതുകൊണ്ട് നിങ്ങളെ നഷ്ടപ്പെട്ടതിൽ വളരെയധികം നിരാശനാണ്, അല്ലെങ്കിൽ നിരാശയിലായിരുന്നു എന്നാണ്. വളരെയധികം നിരാശ. ഇത് കുറച്ച് കാലം എടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു 1.5-2 വർഷത്തോളം ഏതാണ്ട് ഈ ഒരു ബന്ധം ഈ രീതിയിൽ തന്നെ പോയിട്ടുണ്ടെന്ന് കാണുന്നുണ്ട്.
കേട്ടോ. അവിടെ നിങ്ങൾ പിന്നെ മെസ്സേജ് അയക്കുന്നുണ്ടാകും, നിങ്ങൾ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ടാവും. ഒന്ന് വിളിച്ചാൽ മതി എന്ന് വരെ നിങ്ങളുടെ മനസ്സിൽ വല്ലാത്ത ഒരു അങ്കലാപ്പോട് കൂടി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. ഇത് എന്താ പറ്റിയത്, ഇതുവരെ ഇങ്ങനെ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല, ഇന്നലെ വരെ അത്രയും സ്മൂത്തായിട്ട് സംസാരിക്കുകയും ഇരുന്ന് മനുഷ്യൻ ഒരാളിൽ പെട്ടെന്ന് ഇങ്ങനെ എങ്ങനെയാണ് മാറാൻ കഴിയുക എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ അത് സംഭവിച്ചു. അത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഓപ്ഷനാണ്, അതായത് തേർഡ് പാർട്ടിയാണ്. അങ്ങനെ വന്നപ്പോഴാണ് ദൈവികമായ ചിന്തകൾ വരികയും ഞാൻ കുടുക്കിലകപ്പെട്ടു പോയി. ഇനി ഈ കുടുക്കിൽ നിന്ന് ഞാൻ എങ്ങനെ രക്ഷപ്പെടും എന്നുള്ള കാര്യത്തിന് അവസാന ആശ്രയം എന്താണ്? ഈശ്വരനാണ്, അല്ലേ? അപ്പോൾ അവിടെ ചിന്തകൾ വന്നു, വളരെയധികം ചിന്തിക്കാൻ തുടങ്ങി. പിന്നെ ദൈവികമായിട്ടുള്ള ചില വിളികൾ പിന്നെ തുടങ്ങി. പിന്നെ അതുവരെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ വളരെ ലെസ്, അല്ലെങ്കിൽ ആരെങ്കിലും ദൈവത്തിൻ്റെ കാര്യം പറയുകയൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ വെറും ഒരു മിഥ്യയാണ് എന്ന് തോന്നുന്ന ആ ഒരു കണ്ടീഷനിൽ നിന്നൊക്കെ മാറിയിട്ടിപ്പോൾ ദൈവികമായ ഉൾവിളിയിലേക്ക് പോയിരിക്കുന്നു എന്നാണ് പിന്നെ കണ്ടത്. പിന്നെ പ്രതീക്ഷയായി, വളരെയധികം പ്രതീക്ഷയിൽ ഇരിക്കുകയാണ്. പിന്നെ ഇങ്ങനെ എങ്ങനെ ഞാൻ ഇതിൽ നിന്ന്, പ്രതീക്ഷ മാത്രമല്ല, ഞാനിതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും എന്നുള്ള ചിന്ത വന്നു. ഞാൻ ഇതിൽ നിന്ന് എങ്ങനെയാണ് ഒന്ന് രക്ഷപ്പെടുക, അതിനുള്ള ചിന്തകളായി ഇങ്ങനെ ആലോചിച്ച് നോക്കിയിരിക്കുകയാണ്. ഞാൻ എങ്ങനെയാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടുക, എങ്ങനെയാണ് ഇതിൽ നിന്ന് എനിക്കൊരു പ്രോഗ്രസ് വരിക, ഞാൻ ആഗ്രഹിച്ച പോലെ എൻ്റെ ജീവിതം കൊണ്ടുപോകണമെങ്കിൽ ഇനി ഞാൻ എന്തുമാത്രം കടമ്പകൾ കടന്നിരിക്കണം, ഇങ്ങനെ വളരെ ചിന്തകൾ, പരിതാപകരമായ ചിന്തകൾ, ഒരുപാട് ചിന്തകൾ ഉണ്ടായിരുന്നു എന്നാണ് കാണിക്കുന്നത്. കണ്ടില്ലേ, കാർഡ്സ് അത് തന്നെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ചിന്ത വളരെ ഇതായിരുന്നു, വളരെ നിരാശനായിരുന്നു, വളരെയധികം സങ്കടമായിരുന്നു, വളരെയധികം വേദനയിലായിരുന്നു. അങ്ങനെ ഇരിക്കുന്നു. എന്നാൽ വളരെ പ്രതീക്ഷയിലുമായിരുന്നു. അതാണ് അതിൻ്റെ രസം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നല്ല പ്രതീക്ഷയിലായിരുന്നു. കാരണം നിങ്ങൾ അത്രയ്ക്കും പിന്നെ ഒരു ഡിവൈൻ ലവ് ആണ് കൊടുത്തിരുന്നത്. നിങ്ങൾ കൊടുത്തിരുന്ന സ്നേഹമെന്ന് പറഞ്ഞാൽ അത് റിയലായിട്ടുള്ള സ്നേഹമായിരുന്നു, അത് ഡിവൈൻ ലവ് ആയിരുന്നു. ആ സ്നേഹത്തെക്കുറിച്ച് ഓർത്തിട്ടാണ് ഇവിടെ നിരാശ വരുന്നത്. ഞാൻ ഇത്രയും പിന്നെ സങ്കടങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നത് ഞാനത് വേണ്ടാന്ന് വെച്ചിട്ട് വിട്ടിട്ട് പോയി എന്നുള്ള എൻ്റെ അപരാധം കൊണ്ടാണ് എന്നൊക്കെ മനസ്സിലാകാൻ തുടങ്ങി എന്നാണ്. അങ്ങനെ വളരെയധികം പിന്നെ കണ്ടില്ലേ, ഇത് പിന്നെ പെട്ടെന്ന് ഓടിപ്പോകുന്നതാണ് കാണുന്നത്. ഇങ്ങനെ വളരെയധികം അതിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു എനർജിയാണ് നമ്മളിത് കാണുന്നത്. കാരണം ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് നേരത്തെ നമ്മൾ കണ്ട ആ 8 ഓഫ് സോർട്സിൻ്റെ ആ സിറ്റുവേഷനിൽ നിന്ന് ഓടിപ്പോവുകയാണ്. ഒരു അവസരം കിട്ടിയപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടോടി എന്നാണ് കാണുന്നത് കേട്ടോ. നമ്മൾ ഇത്രയും കാലം എടുത്തതിനേക്കാൾ വ്യത്യസ്തമായ ചില കാർഡ്സാണ് നമുക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഒരുപാട് പിന്നെ ഓപ്പർച്യൂണിറ്റീസ്, കാര്യങ്ങൾ വരികയും സന്തോഷകരമായ പിന്നെ ലൈഫ് സിറ്റുവേഷൻ വന്നു ചേരുകയും ചെയ്തിരിക്കുന്നു എന്ന് കാണിക്കുന്നുണ്ട്. കാരണം എന്തൊക്കെ ആയാലും ഒരു ടൈമിൽ, ഒരു ചെറിയ സമയം വരെയൊക്കെ ഇതൊക്കെ കാണുള്ളൂ എന്നൊക്കെ നമുക്ക് പിന്നെ മനസ്സിലാക്കാം എന്നതാണ് ഇതിൻ്റെ വേറൊരു കാര്യം. അങ്ങനെ വീൽ ഓഫ് ഫോർച്യൂൻ്റെ എനർജി വന്നിട്ടുണ്ട്. എന്താണ് വീൽ ഓഫ് ഫോർച്യൂൺ പറയുന്നത്? കാലചക്രം ഇത് തെളിയിക്കും എന്നാണ്. കാലചക്രം നിങ്ങൾക്ക് അനുകൂലമാകുമ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഈ പറഞ്ഞ എല്ലാ നന്മകളും കടന്നു വരും എന്നാണ്. ക്വീൻ ഓഫ് വാൻസ് വരുന്നുണ്ട്. വളരെ പ്രതീക്ഷയുണ്ട്, വളരെ നല്ല നല്ല കാര്യങ്ങൾ നടക്കുന്നു. ബിസിനസ് ആയാലും ശരി, കരിയർ ആയാലും ശരി, ഒക്കെ നടക്കുന്നുണ്ട്. എല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കുന്നു. ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു എന്നാണ്. കിങ് ഓഫ് കപ്സ്, നിങ്ങൾക്ക് ഒരുപാട് സ്നേഹം ഉള്ളിൽ വെച്ചിട്ട് മറ്റേ പിന്നെ ആ ഒരു ട്രോമയിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ഇല്ല എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ വരുന്നുണ്ട് ഒരുപാട്. 6 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇത് സോൾമേറ്റ് കാർഡും കൂടിയാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു ബന്ധമുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പിന്നെ എന്താ പറയുക, പാസ്റ്റ് മെമ്മറീസ് ഒക്കെ ഇങ്ങനെ അയവിറക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ 24/7 നിങ്ങളെ ഓർക്കുന്നു എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ സാമ്പത്തികമായിട്ടൊക്കെ ഒരു ഉയർച്ചയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു പിടിച്ചു എന്നാണ് നമുക്ക് കാണുന്നത്. മനസ്സിലായില്ലേ? എല്ലാം തിരിച്ചു പിടിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഏസ് ഓഫ് പെൻറ്റക്കിൾസ് കാര്യങ്ങളെല്ലാം വന്നിരിക്കണം. അപ്പോൾ നഷ്ടപ്പെട്ട കുറേ സാധനമുണ്ട്, അതിൽ നിന്നൊക്കെ ഓടിപ്പോയി എല്ലാത്തിൽ നിന്നും രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. അതിൽ നിന്ന് പിന്നീട് അങ്ങോട്ട് നേട്ടങ്ങൾ ഉണ്ടായി. ഞാൻ പറഞ്ഞു, ഇതൊരു വളരെ ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് കുറച്ച് സമയം എടുത്തിട്ടുണ്ട്. ഈ ഒരു പിന്നെ കടമ്പ കടക്കുന്നതിന് കുറച്ച് സമയം എടുത്തിട്ടുണ്ടെന്ന് തന്നെയാണ് കാണിക്കുന്നത്. പിന്നെ നമുക്ക് അത്രയും പെട്ടെന്ന് വരണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് ആള്. ഇവിടെ ഒരു സക്സസ് കാർഡും വന്നിട്ടുണ്ട്. അപ്പം ഇപ്പം സമൂഹത്തിൽ നിലയും വിലയും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല. പിന്നെ
എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തണം എന്നാണ്. 1 മിനിറ്റ് മുൻപ് നിങ്ങളിലേക്ക് എത്തണമെന്നാണ്. അത്രയ്ക്കും രാത്രിയിൽ ഉറക്കം ഇല്ലാത്ത രീതിയിൽ ചിന്തകളുണ്ടെന്ന് നമ്മൾ ആദ്യം കണ്ടു. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വന്നു ചേരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നാണ്. ഏകാന്തമായ സ്ഥലത്ത് ഇരുന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് നഷ്ടപ്പെട്ടു പോയതിനെ എനിക്ക് തിരിച്ചു തരണേ എന്ന് പിന്നെ വളരെ ഹൃദയവേദനയോടുകൂടി മെഡിറ്റേഷൻ ചെയ്യുന്നു, മാനിഫെസ്റ്റ് ചെയ്യുന്നു നിങ്ങളെ. എനിക്കത് സാധിച്ചു തരണേ ഭഗവാനെ എന്ന് കാണിക്കുന്നു. കാരണം ഇതിൽ കൂടുതൽ ഇനി എനിക്ക് പിന്നെ പറയാനൊന്നുമില്ല. ഈശ്വരനോടാണെങ്കിലും പറയുന്നതിനൊരു പരിധിയുണ്ട് അല്ലേ. അപ്പോൾ അത്രയ്ക്കും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. കാരണം നിങ്ങളിപ്പോൾ വലിയ മൈൻഡാക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഞാൻ പറഞ്ഞത് നിങ്ങൾ സെൽഫ് ലെവലിലേക്ക് പോയി, നിങ്ങൾ കുറേ നാളൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് സെൽഫ് ലെവലിലേക്ക് പോയിട്ട് പിന്നീട് നിങ്ങൾക്ക് ഇത് മടുത്ത്. നമുക്ക് ഒരു കാര്യം എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. നമ്മൾ ഈ കാർഡ്സ് എടുക്കുന്ന സമയത്ത് ഒരേ പിന്നെ എനർജിയുള്ള കാർഡ്സാണ് ഇപ്പോൾ വരുന്നത്. കുറച്ച് നാളായി ഈ കാർഡ്സ് മാത്രം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ 78 കാർഡ്സ് ഉള്ള ഒരു ഡെക്കിൽ നിന്നാണ് ഇതെടുക്കുന്നത്. നമ്മൾ ഷഫിൾ ചെയ്തിട്ടാണ് എടുക്കുന്നത്, കണ്ണുകൾ അടച്ചിട്ടാണ്. ഞാൻ ഫസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്നൊരു ഷോട്ട് ഇട്ടപ്പോഴും എനിക്ക് അതേ അനുഭവം ഉണ്ടായി. അപ്പോൾ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു എങ്കിൽ അതേ എനർജി ഉള്ള എത്രയോ പേർ ഇത് കാണുന്നു എന്നാണ്. അതുകൊണ്ടാണ് ഇത് മാത്രം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്കും പിന്നെ അതിശയം തോന്നുകയാണ്, ഇതെന്താ ഇങ്ങനെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന്. ഇവിടെ നമുക്ക് ഒരു ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. ലവേഴ്സ് കാർഡ് എന്ന് പറയുമ്പം പിന്നെ നിങ്ങൾ ഡീപ്പ് ലവ് ആയിരുന്നു എന്നും ഇപ്പോൾ നിങ്ങളെ അങ്ങനെ സ്നേഹിക്കുന്നു എന്നും സംശയമാണ്. എന്നെ വിട്ടു പോകുമോ, റിജക്റ്റ് ചെയ്യുമോ? നിങ്ങൾ ആ ഷോട്ടും കൂടെ ഒന്ന് കാണണം കേട്ടോ. എന്നെ റിജക്റ്റ് ചെയ്യുമോ എന്ന് ഭയമാണ് ആൾക്ക്. നിങ്ങളെ അത്രമേൽ സ്നേഹിച്ചിരുന്ന വ്യക്തിയാണ്. അത്രയും എന്തിനാ എന്നെ നീ ഇങ്ങനെ സ്നേഹിക്കുന്നതെന്ന് പോലും ചിന്തിച്ചിട്ടുണ്ടാവാം. അങ്ങനെ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളിലേക്ക് വരാൻ അത്യാകാംക്ഷയോടുകൂടി പിന്നെ ഇരിക്കുകയാണ്. അത് മാത്രമല്ല ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്, ഡിവൈനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുകയാണ്. എവിടെയൊക്കെ അപ്പം വഴിപാട് വെക്കാൻ പറ്റുമോ അവിടെയൊക്കെ വഴിപാട് വയ്ക്കുകയാണ്. ലവേഴ്സ് കാർഡ് എന്ന് പറയുമ്പോഴത്തേനും 10 ഫ്ലൈമിൻ്റെയും കൂടെ എനർജി ഉണ്ട് കേട്ടോ. കാർഡ്സ് കാണിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് അത് കാണിക്കാത്തത്. 10 ഫ്ലൈം എനർജി കൂടിയുണ്ട് ഇതിനകത്ത്. നമ്മളെ ഈ എടുക്കുന്ന അല്ലെങ്കിൽ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ്, അവർ സോൾമേറ്റ്സ്, അതുപോലെ തന്നെ 10 ഫ്ലൈം എനർജിയിലാണ് ഉള്ളത്. എന്ന് വെച്ചാൽ എല്ലാവരും ഒന്നല്ല കേട്ടോ എൻ്റെ അർത്ഥം. കുറച്ച് ആൾക്കാർക്ക് അത് പിന്നെ ഡെഫിനിറ്റ് അങ്ങനെയുള്ള ആളുകളുണ്ട്. ഓക്കെ, ലാസ്റ്റ് കാർഡ് നമുക്ക് കണ്ടില്ലേ, 10 ഓഫ് പെനക്കിൾസ്. അപ്പോൾ ഇങ്ങനെ ഒരു ലൈഫ് നിങ്ങളുമായിട്ട് വേണം, ഇതാണ് ഇപ്പോഴത്തെ ആഗ്രഹം. ആദ്യം പോയി എങ്കിലും ജീവിത പാഠങ്ങളാണ് നമ്മളെ പലതും പഠിപ്പിക്കുന്നത് അല്ലേ. അനുഭവങ്ങൾ, ജീവിത പാഠങ്ങൾ മീൻസ് അനുഭവങ്ങൾ. ആ അനുഭവങ്ങൾ ഇവിടെ ധാരാളം വന്നിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. ഈ രീതിയിൽ നിങ്ങൾക്ക് ജീവിക്കണമെന്ന് ഈ ആൾ, ഹി ഓർ ഷീ ആഗ്രഹിക്കുന്നു എന്നാണ് നമുക്ക് ഈ കാർഡ്, ലാസ്റ്റ് കാർഡ് കിട്ടിയിരിക്കുന്നത്. ഇനി കാർഡ് എടുക്കുന്നില്ല, കാരണം ഇത്രയും പോസിറ്റീവ് കാർഡ്സാണ് കിട്ടിയിരിക്കുന്നത്. ആദ്യത്തെ കാർഡ്സ് തന്നെ എടുക്കുന്ന എല്ലാം പോസിറ്റീവ് കാർഡ്സാണ് വരുന്നത്. പിന്നെ എന്തിനാണ് ഇങ്ങനെ എടുത്തുകൊണ്ടേയിരിക്കുന്നത്? എല്ലാം ഇത് തന്നെയാണ് പറയുന്നത്. ഓക്കെ, ആദ്യത്തെ ആ ഒരു 3-4 കാർഡ് മാത്രമാണ് നമുക്ക് ആ സിറ്റുവേഷൻ കാണിച്ചു തന്നത്. ബാക്കിയെല്ലാം നിങ്ങളുമായിട്ടുള്ള ഒരു റിയൂണിയൻ അത്രയധികം ആഗ്രഹിക്കുന്നു എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നിർത്താം അല്ലേ. ഇവിടെ നിർത്തിയിട്ട് നമുക്ക് പിന്നെ എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു യൂണിവേഴ്സ്. നന്നായിട്ട് പ്രാർത്ഥിക്കൂ കേട്ടോ. ഓക്കെ.